പശ്ചിമേഷ്യയിൽ അമേരിക്കയും ഇറാനും തമ്മിലുള്ള സൈനിക ഏറ്റുമുട്ടൽ പുതിയതും സങ്കീർണവുമായ ഒരു ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ടെഹ്റാനിലുടനീളം 11,000-ലധികം ലക്ഷ്യസ്ഥാനങ്ങളിൽ അതിശക്തമായ വ്യോമാക്രമണം നടത്തിയെന്ന് പെന്റഗൺ അവകാശപ്പെടുന്നു. ഈ ആക്രമണങ്ങളുടെ യഥാർത്ഥ ഫലപ്രാപ്തിയെ ചോദ്യം ചെയ്യുന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. ഇറാന്റെ മിസൈൽ വിക്ഷേപണ ശേഷി തകർത്തുവെന്ന അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെയും സൈനിക വക്താക്കളുടെയും പ്രഖ്യാപനങ്ങൾ അകാലത്തിലുള്ളതായിരുന്നുവെന്ന് പുതിയ വെളിപ്പെടുത്തലുകൾ സൂചിപ്പിക്കുന്നു. US മാധ്യമങ്ങൾ തന്നെ പുറത്തുവിട്ട വിവരങ്ങൾ പ്രകാരം തകർക്കപ്പെട്ടുവെന്ന് കരുതിയ പല തന്ത്രപ്രധാന സൈനിക കേന്ദ്രങ്ങളും ഇറാൻ അതിവേഗം പുനഃസ്ഥാപിച്ചിരിക്കുകയാണ്. അമേരിക്കൻ സൈന്യം തൊടുത്തുവിട്ട 10,000-കണക്കിന് മിസൈലുകളെയും ബോംബുകളെയും അതിജീവിച്ച് ഇറാന്റെ മിസൈൽ ലോഞ്ചറുകളും മറ്റടിസ്ഥാന സൗകര്യങ്ങളും വീണ്ടും പ്രവർത്തന സജ്ജമായത് ലോകത്തെ അമ്പരപ്പിക്കുന്ന ഒന്നാണ്. ഇറാന്റെ പക്കലുള്ള റാപ്പിഡ് റിപ്പയർ സാങ്കേതിക വിദ്യയും തകർന്ന ഭാഗങ്ങൾ നിമിഷനേരം കൊണ്ട് മാറ്റി സ്ഥാപിക്കാനുള്ള അവരുടെ വൈദഗ്ധ്യവുമാണ് ഇതിനു പിന്നിലെന്ന് കരുതപ്പെടുന്നു. ആധുനിക യുദ്ധതന്ത്രങ്ങളിൽ ഒരു രാജ്യം എത്രത്തോളം പ്രതിരോധ സജ്ജമാണെന്ന് തെളിയിക്കുന്നതാണ് ഈ അതിവേഗ തിരിച്ചുവരവ്. അമേരിക്കയുടെ അതിശക്തമായ ആക്രമണത്തിന് ശേഷവും ഇറാന്റെ മിസൈലുകൾ വീണ്ടും വിക്ഷേപണത്തിന് തയ്യാറായി നിൽക്കുന്നത് മേഖലയിലെ ശക്തി സന്തുലിതാവസ്ഥയെ തന്നെ മാറ്റിമറിച്ചിരിക്കുകയാണ്. ഏറ്റവും ശ്രദ്ധേയമായ മറ്റൊരു വെളിപ്പെടുത്തൽ ഇറാന്റെ മിസൈൽ ശേഖരത്തെക്കുറിച്ചുള്ളതാണ്. നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന യുദ്ധത്തിൽ ഇറാൻ തങ്ങളുടെ കൈവശമുള്ള ആകെ മിസൈലുകളുടെ പകുതി പോലും ഇതുവരെ ഉപയോഗിച്ചിട്ടില്ലെന്ന് സൈനിക നിരീക്ഷകർ ചൂണ്ടിക്കാട്ടുന്നു. അതായത് ആയിരക്കണക്കിന് മിസൈലുകൾ പ്രയോഗിച്ച ശേഷവും അതിനേക്കാൾ വലിയൊരു ശേഖരം ഇറാന്റെ ഭൂഗർഭ ബങ്കറുകളിൽ സുരക്ഷിതമായി ഇരിപ്പുണ്ടെന്നാണ് വിവരം. ഇറാന്റെ പക്കലുള്ള ഏറ്റവും ദൂരപരിധിയുള്ളതും കൃത്യതയാർന്നതുമായ ഹൈപ്പർസോണിക് മിസൈലുകൾ അവർ ഇതുവരെ പൂർണ്ണതോതിൽ പുറത്തെടുത്തിട്ടില്ല എന്നത് ഇസ്രായേലിനും മേഖലയിലെ അമേരിക്കൻ താവളങ്ങൾക്കും വലിയ ഭീഷണിയായി തുടരുകയാണ്. ഇറാന്റെ മിസൈൽ നഗരങ്ങൾ എന്ന് വിളിക്കപ്പെടുന്ന ഭൂഗർഭ കേന്ദ്രങ്ങളാണ് ഈ പ്രതിരോധത്തിന്റെ നട്ടെല്ല്. മലനിരകൾക്ക് താഴെ 100 അടി താഴ്ചയിൽ നിർമ്മിക്കപ്പെട്ട ഈ കോട്ടകളെ തകർക്കാൻ സാധാരണ വ്യോമാക്രമണങ്ങൾ കൊണ്ട് സാധ്യമല്ലെന്ന് തെളിയിക്കപ്പെട്ടിരിക്കുകയാണ്. ഉപരിതലത്തിൽ നടത്തുന്ന ആക്രമണങ്ങൾ റഡാറുകളെയും മറ്റും താൽക്കാലികമായി ബാധിക്കുമെങ്കിലും യഥാർത്ഥ മിസൈൽ ശേഖരം സുരക്ഷിതമായി തുടരുകയാണ്. അമേരിക്കയുടെ ഭാഗത്തു നിന്നുണ്ടായ 11,000 ആക്രമണങ്ങൾക്കും ഇറാന്റെ ഈ ഭൂഗർഭ പ്രതിരോധത്തെ തകർക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന സത്യം പെന്റഗണിന്റെ ആസൂത്രണത്തിലെ പിഴവുകളിലേക്കും വിരൽ ചൂണ്ടുന്നുണ്ട്. മിനറ്റ്മാൻ പോലെയുള്ള അതിവേഗ നീക്കങ്ങളിലൂടെ ഇറാൻ തങ്ങളുടെ സൈനിക ശേഷി വീണ്ടെടുത്തത് അമേരിക്കയ്ക്ക് വലിയൊരു തിരിച്ചടിയാണ്. യുദ്ധം ജയിച്ചുവെന്ന ട്രംപിന്റെ അവകാശവാദം കേവലം രാഷ്ട്രീയ പ്രസ്താവന മാത്രമായി ഒതുങ്ങുകയാണ്. ഇറാന്റെ പ്രഹരശേഷി ഇപ്പോഴും നിലനിൽക്കുന്നു എന്ന യാഥാർത്ഥ്യം പശ്ചിമേഷ്യയെ കൂടുതൽ അപകടകരമായ ഒരു യുദ്ധമുനമ്പിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. വരും ദിവസങ്ങളിൽ കൂടുതൽ ശക്തമായ തിരിച്ചടികൾ ഇറാനിൽ നിന്നുണ്ടാകുമോ അതോ അമേരിക്ക തങ്ങളുടെ തന്ത്രങ്ങൾ മാറ്റുമോ എന്നത് ലോകം ഉറ്റുനോക്കുന്ന കാര്യമാണ്. ഈ റിപ്പോർട്ടുകൾ പ്രകാരം അമേരിക്കൻ രഹസ്യാന്വേഷണ വിഭാഗത്തിന് ഇറാന്റെ യഥാർത്ഥ ശേഷി വിലയിരുത്തുന്നതിൽ പിഴവ് പറ്റിയെന്ന നിഗമനവും പുറത്തു വരുന്നുണ്ട്.